തൃശൂരിലെ ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തനത്തിന് വീണ്ടും തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവിറങ്ങി. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിലാണ് നടപടി. ഈ വർഷം ആർബിട്രേഷൻ ജീവനക്കാരെ സ്ഥിര നിയമനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അനുമതി ഉണ്ടായില്ല. ധനകാര്യ വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്നാണ് അറിയുന്നത്. 2027 മാർച്ച് 31 വരെയാണ് ഇപ്പോൾ തുടർച്ചാനുമതി നൽകിയിട്ടുള്ളത്. ജില്ലയിലെ ചിട്ടി സംബന്ധിച്ച തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പിലെ ചിട്ടി ഫണ്ട് നിയമം അനുസരിച്ച് ആർബിട്രേറ്റർമാരായി 2 ഓഫീസ് ജീവനക്കാരായി 4 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഓഫീസ് സംവിധാനത്തിന് സ്ഥിരാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മാള സ്വദേശി ഷാൻഡി ജോസഫ് ഹൈക്കോടതിയെ സമീപിക്കുകയും 2019 അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നു. LLB ഉള്ള സബ് രജിസ്ട്രാർമാരിൽ നിന്നാണ് ഇപ്പോൾ താൽക്കാലികമായി നിയമനം നടത്തുന്നത്. 1 വർഷത്തേക്കാണ് നികുതി വകുപ്പ് ഓരോ വർഷവും ആർബിട്രേഷൻ ഓഫീസിന്റെ പ്രവർത്തനത്തിന് അനുമതി നൽകി വരുന്നത്. 2019 മുതൽ ഓരോ വർഷവും ഇത്തരത്തിൽ തുടർച്ചാനുമതി നൽകിയാണ് പ്രവർത്തനം നടത്തിവരുന്നത്. മുഴുവൻ സമയ ആർബിട്രേറ്റർമാരെയും ഓഫീസ് സംവിധാനങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹർജി നൽകിയിരുന്നത്. സ്ഥിര നിയമനം നൽകുന്നതുവരെ തുടർച്ചാനുമതി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞെങ്കിലും കഴിഞ്ഞ 6 വർഷമായും തുടർച്ചാനുമതിയാണ് നികുതി വകുപ്പ് നൽകുന്നത്. എല്ലാ വർഷവും മാർച്ച് 31 വരെയാണ് ആർബിട്രേഷൻ ഓഫീസിന് പ്രവർത്തനാനുമതി നൽകുന്നത്. ഏറ്റവും കൂടുതൽ ചിട്ടി സ്ഥാപനങ്ങളും പരാതികളും കേസുകളും തൃശൂർ ജില്ലയിലാണുള്ളത്. ഇത്തരം കേസുകളിലൂടെ സർക്കാരിന് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. ഓരോ വർഷവും ആർബിട്രേഷൻ ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാകുമ്പോൾ പരാതി നൽകിയും കോടതിയെ സമീപിച്ചുമാണ് ഹർജിക്കാരൻ അനുകൂല ഉത്തരവ് നേടുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തോടെ പുതിയ കേസുകൾ പരിഗണിക്കുന്നത് നിർത്തിവെക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 6 വർഷവും മാർച്ച് മാസത്തിനു ശേഷം ഓഫീസിന്റെ പ്രവർത്തനം തുടരുമെന്ന ഉറപ്പില്ലാത്തതിനാൽ വരും മാസങ്ങളിൽ കേസുകൾ പരിഗണിക്കാറില്ല. 6 വർഷമായിട്ടും സ്ഥിര നിയമനം വൈകുന്നതിനാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മീഡിയ ടൈം, മാള.